അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് സൂറ അലം നശ്റഹ് ചോദ്യോത്തര പഠന സെഷൻ. ആദ്യത്തെ ചോദ്യം, ഈ സൂറത്തിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? ഉത്തരം സൂറത്തുൽ ഇൻഷിറാഹ്. അടുത്ത ചോദ്യം, ഈ സൂറത്ത് അവതരിക്കപ്പെട്ടത് എവിടെ വെച്ചാണ്? ഉത്തരം മക്കയിൽ വെച്ച്. ഇത് ഒരു മക്കി സൂറത്താണ്. അടുത്ത ചോദ്യം, ഏത് ചരിത്ര പശ്ചാത്തലത്തിലാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്? ഉത്തരം മക്കയിലെ പ്രബോധനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കും ഖുറൈശികളിൽ നിന്ന് കടുത്ത പീഡനങ്ങളും മാനസിക വിഷമങ്ങളും നേരിട്ട ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസവും ധൈര്യവും പകരാനായി ഈ സൂറത്ത് അവതരിച്ചു. അടുത്ത ചോദ്യം, അലം നശ്റഹ് ലക സദ്റക് എന്ന വചനത്തിന്റെ അർത്ഥമെന്ത്? ഉത്തരം, നിനക്ക് നിന്റെ നെഞ്ച് നാം വിശാലമാക്കി തന്നില്ലയോ? അടുത്ത ചോദ്യം, നെഞ്ച് വിശാലമാക്കുക അല്ലെങ്കിൽ ഷർഹുസ് സദ്ർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉത്തരം, പ്രവാചകത്വത്തിന് വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും ജനങ്ങളുടെ മർദ്ദനങ്ങൾ സഹിക്കാനും ദിവ്യബോധനം ഉൾക്കൊള്ളാനുമുള്ള ആത്മീയവും മാനസികവുമായ കരുത്ത് നൽകി മനസ്സിനെ വിശാലമാക്കുക എന്നതാണ് ഉദ്ദേശ്യം. അടുത്ത ചോദ്യം, വവളഅനാ അൻക വിസ്റക് എന്ന രണ്ടാം വചനത്തിന്റെ അർത്ഥമെന്ത്? ഉത്തരം, നിന്നിൽ നിന്ന് നിന്റെ ഭാരം നാം ഇറക്കി വെക്കുകയും ചെയ്തു. അടുത്ത ചോദ്യം, ഈ വചനത്തിൽ പറയുന്ന വിസിർ അല്ലെങ്കിൽ ഭാരം എന്നാൽ എന്താണ്? ഉത്തരം, പ്രവാചകത്വത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താൻ ജീവിച്ചിരുന്ന സമൂഹത്തിലെ തിന്മകൾ കണ്ട് അനുഭവിച്ച മാനസിക വിഷമങ്ങളും പ്രവാചകത്വത്തിന്റെ ആദ്യഘട്ടത്തിലെ കഠിനമായ ഉത്തരവാദിത്ത ഭാരവുമാണ് ഇവിടെ ഉദ്ദേശ്യം. അടുത്ത ചോദ്യം, അല്ലദീ അൻഖള ലഹ്റക് എന്ന വചനം ആ ഭാരത്തെ എങ്ങനെ വിശേഷിപ്പിക്കുന്നു? ഉത്തരം, നിന്റെ നടുവൊടിക്കുന്നതായിരുന്നു ആ ഭാരം. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റെടുത്ത ഉത്തരവാദിത്വം അത്രമേൽ ഭാരിച്ചതും ദുഷ്കരവുമായിരുന്നു എന്ന് ഈ വചനം ശക്തിയായി അടയാളപ്പെടുത്തുന്നു. അടുത്ത ചോദ്യം, വറഫഅനാ ലക ദിക്റക് എന്ന നാലാം വചനത്തിന്റെ അർത്ഥമെന്ത്? ഉത്തരം, നിനക്ക് നിന്റെ കീർത്തി നാം ഉയർത്തിത്തരികയും ചെയ്തിരിക്കുന്നു. അടുത്ത ചോദ്യം, അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീർത്തി ഉയർത്തിയത് എങ്ങനെയാണ്? ഉത്തരം, ബാങ്കിലും ഇഖാമത്തിലും അത്തഹിയാത്തിലും ഷഹാദത്ത് കലിമയിലും അള്ളാഹുവിൻ്റെ നാമത്തോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമവും ചേർത്ത് വയ്ക്കപ്പെട്ടു. അള്ളാഹുവെ അനുസരിക്കുന്നവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടു. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ എന്ന വചനത്തിന്റെ അർത്ഥമെന്ത്? ഉത്തരം, എന്നാൽ
തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പവുമുണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ എന്ന് അള്ളാഹു വീണ്ടും ആവർത്തിക്കാൻ കാരണമെന്ത്? ഉത്തരം: കാര്യം ഉറപ്പിച്ചു പറയാനും വിശ്വാസികൾക്ക് കടുത്ത പ്രതിസന്ധികളിലും പൂർണ്ണമായ പ്രത്യാശ നൽകാനും വേണ്ടിയാണ് ഈ ആവർത്തനം. ഇത് ഖുർആനിന്റെ ഒരു ശൈലീ സൗന്ദര്യം കൂടിയാണ്. അടുത്ത ചോദ്യം: ഫഇദാ ഫറഗ്ത ഫൻസ്വബ് എന്ന 7-ാം വചനത്തിന്റെ അർത്ഥമെന്ത്? ഉത്തരം: ആയതിനാൽ നീ കടമകളിൽ നിന്ന് ഒഴിവായാൽ, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിവായാൽ പ്രാർത്ഥനയിലും ആരാധനയിലും കഠിനമായി പ്രയത്നിക്കുക. അടുത്ത ചോദ്യം: ഫൻസ്വബ് എന്ന കൽപ്പനയിലൂടെ അള്ളാഹു പ്രവാചകനോട് എന്താണ് ആവശ്യപ്പെടുന്നത്? ഉത്തരം: ജനങ്ങളുമായുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ കഴിഞ്ഞാൽ രാത്രി നമസ്കാരങ്ങളിലും ദുആയിലും ആരാധനയിലും ഏർപ്പെടണം. അടുത്ത ചോദ്യം: സൂറത്തിലെ അവസാന വചനമായ വഇലാ റബ്ബിക ഫർഗബ് എന്നതിന്റെ അർത്ഥമെന്ത്? ഉത്തരം: നിന്റെ രക്ഷിതാവിലേക്ക് തന്നെ നീ നിന്റെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുക, അവനിലേക്ക് മാത്രം ശ്രദ്ധ തിരിക്കുക. ചോദ്യം: ഫർഗബ് എന്ന വാക്ക് പഠിപ്പിക്കുന്ന ആത്മീയ പാഠം എന്ത്? ഉത്തരം: നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും പ്രതീക്ഷകൾക്കും ലക്ഷ്യം അള്ളാഹു മാത്രമായിരിക്കണം. സൃഷ്ടികളിൽ പ്രതീക്ഷ അർപ്പിക്കരുത്. ഇതാണ് ഈ സൂറത്തിന്റെ ആത്മാവ്. ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ നേരിടാൻ ഈ സൂറത്ത് ഒരു വിശ്വാസിയെ എങ്ങനെ പ്രാപ്തനാക്കുന്നു? ഉത്തരം: എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും അതിൻ്റെ കൂടെ തന്നെ അള്ളാഹുവിൻ്റെ ആശ്വാസവും എളുപ്പവും ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകുന്നതിലൂടെ. ഒറ്റയ്ക്കല്ല, ദൈവസഹായം കൂടെയുണ്ട്. അടുത്ത ചോദ്യം: ഈ സൂറത്തിൽ പരാമർശിച്ചിരിക്കുന്ന 3 പ്രധാന അനുഗ്രഹങ്ങൾ ഏതെല്ലാം? ഉത്തരം: മനസ്സിൻ്റെ വിശാലത, ഷർഹുസ്വദർ. രണ്ടാമത്തേത് പാപങ്ങളുടെ അല്ലെങ്കിൽ പ്രയാസങ്ങളുടെ ഭാരം ഇറക്കി വയ്ക്കൽ. മൂന്നാമത്തേത് സൽപ്പേരും കീർത്തിയും ഉയർത്തൽ. ചോദ്യം: ഒരു പ്രബോധകന് അല്ലെങ്കിൽ ഒരു നേതാവിന് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം 1-ാം വചനത്തിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ഉത്തരം: ഷർഹുസ്വദർ. വിമർശനങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ക്ഷമയോടും സ്നേഹത്തോടും കൂടി ഉൾക്കൊള്ളാനുള്ള വിശാലമായ മനസ്സ്. ഇതില്ലാതെ ദഅവത്ത് ഫലപ്രദമാവില്ല. അടുത്ത ചോദ്യം: പ്രയാസത്തിൻ്റെ കൂടെ എളുപ്പമുണ്ട് എന്ന് പറഞ്ഞതിലെ രഹസ്യം എന്ത്? പ്രയാസത്തിന് ശേഷം എന്നല്ലേ പറയേണ്ടിയിരുന്നത്? ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ.
ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഇതിൽ പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ട് എന്നാണ് പറഞ്ഞത്. ഉത്തരം: അള്ളാഹുവിന്റെ സഹായം പ്രയാസം അനുഭവിക്കുന്ന ആ സമയത്ത് തന്നെ കൂടെയുണ്ട്. ദൈവിക ആശ്വാസം ഒരിക്കലും കാത്തിരിപ്പല്ല, ഒരേ സമയം ഒപ്പം ഒഴുകുന്ന കാരുണ്യമാണ്. അടുത്ത ചോദ്യം: സമയ മാനേജ്മെന്റിനെ കുറിച്ച് ഈ സൂറത്തിലെ 7-ാം വചനം എന്ത് പാഠമാണ് നൽകുന്നത്? ഉത്തരം: ഒരു സത്യവിശ്വാസിക്ക് ജീവിതത്തിൽ വിരസത അല്ലെങ്കിൽ ഒഴിവു സമയം എന്നതില്ല. ഒരു ജോലി കഴിഞ്ഞാൽ ഉടൻ അടുത്ത സൽക്കർമ്മത്തിലേക്ക് ഊർജത്തോടെ പ്രവേശിക്കണം. ജീവിതം ഒരു നിരന്തര ആരാധനയാണ്. ഈ സൂറത്ത് മനുഷ്യന്റെ മാനസികാരോഗ്യത്തിന് എങ്ങനെ പോസിറ്റീവ് എനർജി നൽകുന്നു? ഉത്തരം: നിരാശയെ അകറ്റി പ്രത്യാശ വളർത്താനും ഏതു കറുത്ത രാത്രിക്കും ശേഷം ഒരു വെളുത്ത പ്രഭാതമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനും ഈ സൂറത്ത് ശക്തിപ്പെടുത്തുന്നു. ആത്മീയ തെറാപ്പി അല്ലെങ്കിൽ സ്പിരിച്വൽ തെറാപ്പിയുടെ ദൈവിക മാതൃകയാണിത്. വറഫഅനാ ലക ദിക്റക എന്ന വചനം പ്രവാചകനെ അധിക്ഷേപിക്കുന്നവർക്കുള്ള മറുപടിയാകുന്നത് എങ്ങനെ? ഉത്തരം: ശത്രുക്കൾ എത്ര ശ്രമിച്ചാലും അള്ളാഹു ഉയർത്തിയ ആ കീർത്തിയെ ഓരോ ആദാനിലും ഓരോ നമസ്കാരത്തിലും ഉച്ചരിക്കപ്പെടുന്ന ആ നാമം ആർക്കും ഇകഴ്ത്തുവാൻ കഴിയില്ല. തീർച്ചയായും പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ട്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. ദൈവം ഒരിക്കലും നമ്മെ തനിച്ചാക്കുന്നില്ല. ഓരോ ഇരുട്ടിലും ആ ഉറപ്പ് നമ്മുടെ കൂടെയുണ്ട്. ജസാക്കല്ലാഹ് ഖൈർ.